ഇന്ന് കേരളത്തിലുടനീളമുള്ള ഓരോ നിയോജകമണ്ഡലം എടുത്ത് പരിശോധിച്ചാലും ഇത്തരത്തിൽ ഉള്ള ക്രമക്കേടുകൾ കണ്ടെത്തുവാൻ കഴിയും. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചാൽ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കാതെ ജനാധിപത്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണോ എന്ന് സംശയിക്കപ്പെടേണ്ടതായി വരും. അത് 2019 എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അന്ന് പരാതി കൊടുത്തപ്പോൾ ആ പരാതി ഈ കള്ള വോട്ടുകളുടെ ശൃംഖല കണ്ടെത്തി ഒരു CD-യിൽ പകർത്തിയെടുത്തുകൊണ്ടാണ് ഞാൻ ഈ പരാതി ആദ്യം ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്നത്. ആ ഇലക്ഷൻ കമ്മീഷൻ അത് പരിശോധിച്ചതിന് ശേഷം സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് അവർ കണ്ടെത്തുകയും പറയുകയും അതിനുശേഷം ജില്ലാ കളക്ടർ അതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കും. കള്ളവോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് എതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ പ്രഖ്യാപനത്തിന് ശേഷം ഏതാണ്ട് 52,000-ലധികം ആളുകൾ വന്ന് വോട്ട് ചെയ്യാൻ കഴിയാതെ പോയി. അതുപോലെ തന്നെ 2024 വീണ്ടും പാർട്ടി എന്നോട് മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പാർട്ടിയുടെ ആവശ്യപ്രകാരം ഞാനത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്.